സുഹൃത്തുക്കളെ, നമ്മുടെ ആധികാരികമായ വ്യക്തിത്വത്തെ ആത്മീകമായ വെളിച്ചത്തിൽ തിരിച്ചറിയുവാനുള്ള അന്വേഷണം അനുഷ്ഠിക്കുന്ന ഈ ആത്മീയ തീർത്ഥയാത്രയിലേക്ക് ഏവർക്കും സാദരം വന്ദനം. ഇതിൽ പങ്കെടുക്കുന്നവരോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഈ വീഡിയോയിൽ ക്രിസ്തീയ ഗോളത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ആശയം വചന വെളിച്ചത്തിൽ അതിൻ്റെ സത്യത്തിൽ തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ വാക്ക് ഏവർക്കും പരിചയമുള്ളതാണ്. പാപം എന്ന വാക്കാണ്. അതൊരു വാക്ക് മാത്രമല്ല, ഒരാശയമാണ്. ഒരാശയമെന്ന് പറഞ്ഞാൽ പോരാ, അതൊരു വലിയ പേടി സ്വപ്നമാണ്. അല്ലെങ്കിൽ ചില ആളുകളുടെ കയ്യിൽ അതൊരു വലിയ ആയുധമാണ്. ആളുകളെ ഭയപ്പെടുത്തി നരകം എന്ന് പറയുന്ന ആശയമൊക്കെ വെച്ച് അതിൻ്റെ തീയുടെ ഭീകരതയും ചൂടിൻ്റെ കട്ടിയും ഒക്കെ പറഞ്ഞ് ആളുകളെ വിറപ്പിച്ച് അവരെ നിർത്തേണ്ടടുത്ത് നിർത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു മതപരമായ വാളാണ് ഇത് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിനെപ്പറ്റി ഈ വാക്കുകൾ നിരന്തരമെടുത്ത് ആയുധം പോലെ വാള് പോലെ ഉപയോഗിക്കുന്നവർക്കോ അത് കേൾക്കുമ്പോൾ ഞെട്ടിവിറച്ച് നിൽക്കുന്ന വിശ്വാസിയോ കൂട്ടാക്കുന്നില്ല എന്നതാണ് ഇതിനകത്തെ ഒരു പരമാർത്ഥം. അതുകൊണ്ടാണ് ഇപ്രകാരമൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഉള്ളിൽ വലിയ പ്രേരണ, ഒരു നിർബന്ധ ബുദ്ധി അനുഭവിക്കാനിടയായി. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അത് ചിന്തിക്കുന്നതിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ആദ്യത്തെ 13 വാക്കുകളിൽ കാണുന്ന അതിമനോഹരമായ ഉപമ, ഞാൻ ആജീവനാന്തം സാഹിത്യം പഠിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ യേശുവിനെ എപ്പോഴും അത്ഭുതത്തിൻ്റെ കണ്ണുകളിൽ കൂടെയാണ് കാണുന്നത്. എന്നാൽ അത് പ്രത്യേകിച്ചും യേശുവിൻ്റെ സർഗാത്മകതയുടെ അഭൗമമായ മനോഹാരിത അതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒരു ഉപമ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 10 കന്യകമാരുടെ ഉപമ അതിമനോഹരമാണ്. അതിൻ്റെ മനോഹാരിത ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ അധികമാരും കൂട്ടാക്കിയിട്ടില്ല എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. 10 കന്യകമാർ അവർ വരനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ദേ ആർ ഓൾ വെയിറ്റിംഗ് ടു ഗ്രീറ്റ് ആൻഡ് റിസീവ് ദ ബ്രൈഡ് ഗ്രൂം. 10 പേരുടെ കയ്യിലും വിളക്കുണ്ട്. എന്നാൽ 5 പേരുടെ കയ്യിൽ ഉള്ള വിളക്കിൽ എണ്ണയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എണ്ണയില്ലാത്ത വിളക്കും ധരിച്ചുകൊണ്ട് വരനെ എതിരേൽക്കാനായി നിന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവർ തിരസ്കരിക്കപ്പെട്ടു. അവരുടെ അനുഭവം കരച്ചിലും പല്ലുകടിയുമായി തീർന്നു. അത് ഒരു കാവ്യാത്മകമായ ഒരു വർണ്ണന എന്ന് മാത്രമേ ഉള്ളൂ. അത് ആക്ഷരികമായി എടുക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഏറ്റവും അസഹനീയമായ ഡിസപ്പോയിൻമെൻറ്റ്, ഇച്ഛാഭംഗം, അതിൻ്റെ അന്ധകാരത്തിലേക്ക് അവർ എറിയപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു. ആ അവസ്ഥ, അതാണ് നരകം. ഇപ്പോൾ പാപം ചെയ്താൽ നരകത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പാപമെന്നാൽ എന്താണ് എന്നതിൻ്റെ ഒരു തിരിച്ചറിവ് ഇവിടെയുണ്ട്. ഇതിനോടനുബന്ധിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ സൗഖ്യമാക്കപ്പെടേണ്ടതിന് വേണ്ടി യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ആ പക്ഷവാത രോഗി, അവനെ കാണുമ്പോൾ യേശു പറയുന്നത്, നിൻ്റെ പാപം നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു. അവൻ പെണ്ണുപിടി നടത്തിയിട്ടോ കൊലപാതകം നടത്തിയിട്ടോ
അല്ലെങ്കിൽ നാം സാധാരണ ചിന്തിക്കുന്നത് പോലെയുള്ള പാപം, ഇന്ന പ്രവൃത്തി പാപമാണ്, അത് ചെയ്തതൊന്നും അവിടെ പറയുന്നില്ല. അവൻ ചെയ്ത പാപപ്രവൃത്തി എന്താണെന്ന് അവിടെ പറയുന്നില്ല. പാപം അവൻ്റെ അവസ്ഥയാണ്. അവൻ ഒന്നും ചെയ്യാൻ വയ്യാതെ കട്ടിൽ കിടക്കുമ്പം എന്ത് പാപം ചെയ്യാനാണ്, നിങ്ങളൊന്ന് പറഞ്ഞു. അപ്പോൾ പ്രവൃത്തിയല്ല പാപം. പുരോഹിതവർഗം മനുഷ്യരെ എപ്പോഴും പേടിപ്പിക്കുന്നത് ചില പ്രവൃത്തികൾ പാപമാണ്. അതുകൊണ്ടാണ് കുമ്പസാരം അന്ന് കുമ്പസാരച്ചില്ലേ പോയി എന്നൊക്കെ പറയുന്നത്. വിവരമില്ലാത്തത് കൊണ്ടാണ്, അല്പം പോലും വിവരമില്ലാത്തത് കൊണ്ടാണ്. വേദപുസ്തകത്തിൽ ഈ ആശയങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ് എന്നതിനെപ്പറ്റി അടിസ്ഥാന ഗ്രാഹ്യമില്ലാത്തവർ മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് മതപരമായ മേഖലയിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ചില ഉപകരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുമ്പസാരത്തെ നിലനിർത്തുന്നതിന് ഉതകുന്ന പാപത്തെപ്പറ്റി ഒരു വിവക്ഷയുണ്ട്. ഇന്നത് ചെയ്താൽ പാപം, ഇന്നത് ചെയ്താൽ പാപം, വേറെയൊന്നും പാപമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഞാൻ എൻ്റെ പഠനത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം പാപത്തെ മനസ്സിലാക്കുന്നത് ആത്യന്തികമായ ഒരു അവസ്ഥയായിട്ടാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ആ അവസ്ഥ എന്താണ്? ആ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ യേശുവിൻ്റെ അതിമനോഹരമായ ഉപമ എന്ന് ഞാൻ പറഞ്ഞ 10 കന്യകമാരുടെ ഉപമ നമ്മെ സഹായിക്കുമെന്ന് പറയും. ഈ വിളക്കിൽ എണ്ണ എടുക്കുവാൻ കൂട്ടാക്കാതെ വരനെ സ്വീകരിപ്പാനായി നിന്ന ആളുകൾ, അവരുടെ അവസ്ഥ പാപത്തിൻ്റെ അവസ്ഥയായിരുന്നു എന്ന് അവർക്ക് സംഭവിക്കുന്ന ശിക്ഷാവിധിയിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, ഇതെന്ത് പാപമാണ്? അവരൊരു പാപവും ചെയ്തില്ലല്ലോ. കുറഞ്ഞപക്ഷം അവർ വിളക്കെങ്കിലും കയ്യിൽ പിടിക്കാൻ കൂട്ടാക്കിയല്ലോ, നമ്മളതുപോലുമില്ല. അത് ശരിയാണ്. പക്ഷേ എണ്ണയില്ലാത്ത വിളക്ക് പിടിച്ചുകൊണ്ട് നിന്നിട്ട് എന്താണ് കാര്യം? എണ്ണയില്ലാത്ത വിളക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ അവർക്ക് തോന്നുവാൻ കാരണം എന്താണ്? അതവരുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. സംശയമുണ്ടോ? വ്യക്തമാണല്ലോ. ഉള്ളിൽ എണ്ണയില്ലാത്ത വിളക്ക് പിടിച്ചാൽ മാത്രം മതി എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഇടയാക്കിയത് മറ്റാരുമല്ല, അവരുടെ തന്നെ വ്യക്തിത്വവും അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയുമാണ്. അവരുടെ അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ? ഇവിടെ ഏറ്റവും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് സൂക്ഷ്മമായ ആശയമാണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ പറയുന്ന ഒരു കാര്യവും വെളിപ്പെട്ട് വരികയില്ല. എന്താണ് അവരുടെ അവസ്ഥ? എല്ലാറ്റിനും ഉപകരണ സാധ്യത മാത്രം കാണുക. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഉപകരണത്തെ ആത്യന്തികമായ ലക്ഷ്യമായി കണക്കാക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മിസ്റ്റേക്കിംഗ് ദ മീൻസ് ഫോർ ദി എൻഡ്. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു വ്യക്തിത്വം നൽകിയിട്ടുണ്ട്. തീർച്ചയായും ആത്മീയമായൊരു ദർശനം നമുക്കുണ്ടെങ്കിൽ നാം എല്ലാവരും സമ്മതിക്കും, ഇപ്രകാരം പ്രത്യേകതയുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ പുറകിൽ വർദ്ധിക്കുന്ന ദൈവികമായ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ നാം നമ്മുടെ വ്യക്തിത്വത്തെ അതിൽ തന്നെ ഒരു ലക്ഷ്യമായി കണ്ടെത്തിയാലോ? വാട്ട് ഇഫ് വി കം ടു ദ ഫൂളിഷ്നെസ് of regarding our personality as an end in itself rather than considering it as the means to an end? അവിടെയാണ് പ്രശ്നം ഉദിക്കുന്നത്. ഏതെല്ലാം സാഹചര്യത്തിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾക്ക് പാടാൻ കഴിവുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ വലിയ ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കണം. എൻ്റെ മനസ്സിൽ ഇന്നും തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരനുണ്ട്. പക്ഷേ പഠിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ആ പാട്ടുകാരൻ മരിച്ചുപോയി. അപ്പോൾ ഒരു വ്യക്തിക്ക് പാടാൻ കഴിവുണ്ട്. ആ പാട്ടിൽ കൂടെ അവൻ ചെന്നെത്തേണ്ട ഒരു തലമുണ്ട്. അതിനു പകരം ആ പാട്ട് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ
ആ പാട്ട് കൊണ്ട് ലോകത്തിന് യാതൊരു ഗുണവുമില്ല, അവനും ഗുണമില്ല. അതുകൊണ്ട് അവൻ്റെ കണ്ണുപോലും അടഞ്ഞു പോകും. ഇപ്പോൾ നമുക്ക് പലവിധമായ കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്, അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അധ്യാപകനായിരുന്നു. ഈ അധ്യാപക വൃത്തിയിൽ ഞാൻ എങ്ങനെയാണ് കാണേണ്ടത്? അത് എൻ്റെ ഉദരപൂർണത്തിന് വേണ്ടിയുള്ള വരുമാന മാർഗം മാത്രമായിട്ട് എനിക്ക് കാണാൻ കഴിയും? അല്ല, അതിൽ കൂടെ തലമുറകളുടെ യുവതീ-യുവാക്കന്മാരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ സഹായിക്കാൻ കഴിയും. ആത്മീക വെളിച്ചമുള്ള ദർശനം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വങ്ങൾ പടുത്തുയർത്തുവാൻ കഴിയും. അതിനായിട്ടാണ് എന്നെ ആക്കി വച്ചിരിക്കുന്നത്. എന്നാൽ ആ ലക്ഷ്യത്തെ മറന്നിട്ട് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഉപകരണമായ മീൻസായ ഈ ജോലി അതിൽ തന്നെ അതിൻ്റെ ലക്ഷ്യമാണ്, അതിനപ്പുറത്തൊരു ലക്ഷ്യമില്ല എന്നൊരുത്തൻ വിചാരിച്ചാൽ അവൻ ആ ഒരു ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല. അങ്ങനെ ഒരാൾ ആ സേവന മേഖലയിൽ നിൽക്കുമ്പോൾ അവൻ വിദ്യാഭ്യാസത്തിനെതിരെ പാപം ചെയ്യുന്നു, അവൻ വിദ്യാർത്ഥികൾക്കെതിരെ പാപം ചെയ്യുന്നു, അവൻ സമൂഹത്തിനെതിരെ പാപം ചെയ്യുന്നു. എല്ലാറ്റിനുമുപരിയായി അവൻ ദൈവത്തിനെതിരെ, സൃഷ്ടികർത്താവിനെതിരെ പാപം ചെയ്യുന്നു. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് യേശു പഠിപ്പിച്ച കളഞ്ഞു പോയ മകൻ്റെ ഉപമ, മുടിയനായ പുത്രൻ്റെ ഉപമ. അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഓഹരി വാങ്ങിച്ചു. തെറ്റൊന്നുമില്ല, അവന് കിട്ടേണ്ടതാണ്, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടേണ്ടതാണ്. പക്ഷേ സാധാരണ ഓഹരി കിട്ടുന്ന അപ്പൻ്റെ മരണത്തിന് ശേഷമാണ്. അതുവരെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സവനുണ്ടായില്ല. അപ്പോൾ അപ്പൻ ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ഓഹരി വാങ്ങിച്ചവൻ ദൂരദേശത്തേക്ക് പോയി. ഈ ഓഹരി എന്ന് പറയുന്നത് സത്യമായി നാം ഒന്ന് മനസ്സിലാക്കിയാൽ ഒന്നായി തീരുന്നതിൽ കൂടെ മാത്രമേ ഓഹരി ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ആ ഓഹരി പ്രാപിച്ചു കഴിയുമ്പോൾ ദൂരദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒന്നായി തീരുന്നതിന് വേണ്ടി നൽകപ്പെടുന്ന ഈ ഒരവസ്ഥ അതിൽ തന്നെ ഒരു ലക്ഷ്യമാണ്. ആസ് എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് കരുതുന്നയാൾ അത് തീർച്ചയായും ദുരുപയോഗപ്പെടുത്തിയിരിക്കും. ഇതാണ് എൻ്റെ മർമ്മം. ഇത് സാധാരണ ആരും പറയാറില്ല. നമുക്ക് ഏത് അനുഗ്രഹം നൽകിയാലും ഒരു അനുഗ്രഹവും അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല. നോ ബ്ലെസ്സിങ് ഈസ് എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. അതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന ദൈവികമായ ഒരു ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ട്. നാം എപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അത് സൂചിപ്പിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം ആ അനുഗ്രഹങ്ങളെ മാത്രം നമ്മുടെ ലക്ഷ്യങ്ങളായി തെറ്റിദ്ധരിക്കുന്നുവോ, അപ്പോൾ ആ അനുഗ്രഹങ്ങളിൽ കൂടെ നാം പാപം ചെയ്യുന്നു. അത് നമ്മുടെ മരണത്തിൻ്റെ മർമ്മമായി പരിണമിക്കുന്നു. ഇത് ഏറ്റവും വ്യക്തമായി യേശു സൂചിപ്പിച്ചത് മൂഢനായ ധനികൻ്റെ ഉപമയിൽ കൂടെയാണ്. അവൻ്റെ നിലം നല്ല വിളവ് നൽകി. അനുഗ്രഹമാണല്ലോ, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ മരിച്ചു പോകുന്നത്? അവൻ ലഭിച്ച അനുഗ്രഹത്തെ അതിൽ തന്നെ ലക്ഷ്യമാണ് എന്ന് കണ്ടു. ഹി ഡീംഡ് ദ ബ്ലെസ്സിങ് ദാറ്റ് ഹി ഗോട്ട് ആസ് എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ കൂടെയാണ് നാം പാപം ചെയ്യുന്നത്, പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത്. സ്പെസിഫിക്കായിട്ടുള്ള പാപപ്രവൃത്തികൾ ചെയ്തോ ഇല്ലയോ എന്നല്ല പ്രശ്നം. നാം പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. അതെങ്ങനെയാണ്? നമുക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ അത് ഒരു ഉപാധി മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നതിന് പകരം അതുകൊണ്ട് നന്മ ചെയ്യാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കാനായി നമ്മെ ഏൽപ്പിക്കുന്ന സമ്പത്താണ്, നിധിയാണ് ഇവയെന്ന് തിരിച്ചറിയുന്നതിന് പകരം അത് എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്, ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ നാം പാപമെന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്. ഈ ഒരു അറിവില്ല എങ്കിൽ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന ഈ ആശയത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല.
ഞാൻ ഇത്രയും പറഞ്ഞത് അവതരിപ്പിച്ചതിൽ കൂടെ ആ വ്യത്യാസം അല്പമെങ്കിലും വെളിപ്പെട്ടു വന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഇനിയും ഈ ആശയത്തെ പ്രാവർത്തികമായി നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് സഭയുടെ അവസ്ഥ തന്നെ നോക്കാം. സഭ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ വളരെ അധികായനായ ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വില്യം ടെമ്പിൾ, ആർച്ച് ബിഷപ്പ് വില്യം ടെമ്പിൾ. വളരെ ശക്തിയിൽ, ഔന്നത്യമായ ചിന്തയിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിയായിരുന്നു വില്യം ടെമ്പിൾ. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത്, ചർച്ച് ഈസ് ദി ഓൺലി ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ് വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്സ് നോൺ മെമ്പേഴ്സ്. സഭ എന്നാൽ എന്താണ്? അതിലെ അംഗങ്ങൾക്ക് നന്മ വരുന്നതിന് വേണ്ടിയല്ല, അതിൻ്റെ അംഗങ്ങളിൽ കൂടെ സഭയ്ക്ക് അതീതമായി, സഭയ്ക്ക് പുറത്ത് വർത്തിക്കുന്ന വിശാലമായ ലോകത്തിലെ മനുഷ്യർക്ക് നന്മ വരുന്നതിന് വേണ്ടി ഉദ്ദേശിച്ച് ദൈവം തട്ടിക്കൂട്ടിയ ഒരു സംഭവമാണ് സഭയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 100% ശരിയാണ്. പക്ഷേ നമ്മുടെ ഏതെങ്കിലും സഭ, ഇപ്പോഴത്തെ ആംഗ്ലിക്കൻ സഭ ഇവിടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്, വില്യം ടെമ്പിളിൻ്റെ സഭയെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ അംഗങ്ങളല്ലാത്തവർക്ക് നന്മ വരുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന് അവകാശപ്പെടാൻ കഴിവുള്ള, യോഗ്യതയുള്ള ഏതെങ്കിലും സഭയുണ്ടോ? കേരളത്തിലുണ്ടോ? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം സഭകളും സഭാപ്രസ്ഥാനങ്ങളും അങ്ങനെ തകൃതിയായി നടക്കുമ്പോഴും കേരളം അധപ്പതിച്ച് പോകുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇത്രമാത്രം പ്രാബല്യത്തിൽ വസിക്കുന്ന ഒരു സംസ്ഥാനം ധാർമ്മികമായി സാംസ്കാരികമായി ഇത്രമാത്രം അധപ്പതിച്ച് പോകുന്നത്? ഞാൻ കേരളത്തിലെ സംസ്കാരത്തിൽ സ്ഥിതി ചെയ്യുന്ന അക്രമാസക്തിയെപ്പറ്റി 2-3 വീഡിയോകൾ ചെയ്ത് നിങ്ങളുമായി പങ്കിട്ടതാണ്. അധപ്പതനത്തിൻ്റെ സൂചികകൾ അനേകമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ മതപരമായ പ്രസ്ഥാനം നടക്കുന്നത് കേരളത്തിലാണ്. ഇതിൻ്റെ കാരണം സഭകൾ പാപം എന്ന് പറയുന്ന അവസ്ഥയിലാണ് കഴിയുന്നത്. എല്ലാവരുടെയും പാപം ക്ഷമിക്കാനായിട്ട് അംശവടിയും എടുത്തുകൊണ്ട് നടക്കുന്ന മെത്രാൻ്റെ സഹായിയായി നിൽക്കുന്ന പുരോഹിതനും തിരിച്ചറിയാൻ കൂട്ടാക്കാത്ത ഒരു പ്രധാനപ്പെട്ട സത്യം, സഭ വസിക്കുന്നതും നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പാപം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ പാപം സഭയിലാണ്. സഭ തന്നെയാണ് പാപം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതിനോട് അതിർത്തി തോന്നും, അല്ലെങ്കിൽ അമർഷം തോന്നും. പക്ഷേ നിങ്ങൾ വചനത്തിൽ കൂടെ നമുക്ക് പ്രാപിക്കാവുന്ന അറിവിനെ മാനദണ്ഡമാക്കി സഭയെ മനസ്സിലാക്കുകയോ അളക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ പറയുന്നതാണ് സത്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സഭ ഇപ്പോൾ അതിനു വേണ്ടി മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആ അവസ്ഥയുടെ പേരാണ് പാപം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷപാത രോഗിയെ കണ്ടപ്പോൾ മകനെ നിൻ്റെ പാപം ക്ഷമിച്ചു എന്ന് യേശു പറയുമ്പോൾ അവൻ്റെ അവസ്ഥ പാപത്തിൻ്റെ അവസ്ഥയാണ്. എന്താണ് ആ അവസ്ഥ? അവന് വേണ്ടി മാത്രം. മറ്റുള്ളവർ അവനെ ചുവന്നുകൊണ്ട് നടന്നോളും. അവനെക്കൊണ്ട് ലോകത്തിന് യാതൊരു പ്രയോജനവുമില്ല. ആ അവസ്ഥയാണ് പാപം. എനിക്ക് നന്നേ ഓർമ്മയുണ്ട്, 2005 മാരാമണ്ണ കൺവെൻഷൻ തകൃതിയായി നടക്കുകയാണ്. അവൻ്റെ കടശി ദിവസം അന്നത്തെ മെത്രാപ്പോലീത്ത ആയിരുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി പ്രാരംഭ ദൂതിൽ ചോദിച്ചൊരു ചോദ്യം, മാർത്തോമാ സഭ ഇന്ന് മണ്ണടിഞ്ഞു പോയാൽ ആർക്കെങ്കിലും അതുകൊണ്ട് നഷ്ടം വരും? ആർക്കും ഉത്തരവില്ല. അദ്ദേഹം പറഞ്ഞില്ല. ലോകത്തിലാരും ഇങ്ങനെയൊരു സഭ നശിച്ചു പോയി ഇല്ല, തിരോധാനം ചെയ്തു എന്ന് അറിയ പോലുമില്ല. കാരണം നമ്മളെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല, നമുക്ക് വേണ്ടി മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആരും അതിനെ എതിർത്തില്ല. ഞാനത് പറഞ്ഞാൽ ഉടനെ ഞാൻ മാർത്തോമാ സഭയുടെ ശത്രുവാണെന്ന് പറഞ്ഞ് ഒരു 100 സഭാപ്രേമികൾ എനിക്കെതിരെ പുലി ചാടുന്ന പോലെ ചാടും. അത് മാർത്തോമാ സഭയുടെ പ്രശ്നം മാത്രമല്ല, എല്ലാ സഭകളും ഇത് തന്നെയാണ്.
സഭകൾ സ്ഥിതി ചെയ്യുന്നത് അതിലെ അംഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പോലുമല്ല. അതിലെ അംഗങ്ങൾ സഭയുടെ സന്ധിപ്പിനും കൊഴുപ്പിനും സ്ഥിതി ചെയ്യുവാൻ നിർബന്ധിതരാണ്, ബാധ്യസ്ഥരാണ്. സഭ എന്നതോ അത് അതിനു വേണ്ടി മാത്രം സ്ഥിതി ചെയ്യുന്നു. ആ അവസ്ഥയുടെ പേരാണ് പാപമെന്നുള്ളത്. സഭ പാപത്തിൻ്റെ പര്യായമാണ് എന്ന് തിരിച്ചറിയേണ്ട നാളുകൾ വൈകിയിരിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യത്തെ തികച്ച് മൂടിവെക്കുന്നതിനാണ് സഭ യേശുവിൻ്റെ ശരീരമാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തോട്, സത്യത്തോട് പുലബന്ധമില്ലാത്ത ഇപ്രകാരമുള്ള പ്രസ്താവനകൾ അനുനിമിഷം ആവർത്തിച്ച് ജനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നത് എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയണം. ഇപ്പോൾ സഭ യേശുവിൻ്റെ ശരീരമാണെങ്കിൽ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അതിൻ്റെ ഗുണഫലം ആളുകൾ അനുഭവിച്ചോളും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഒരു വിശ്വാസിയുടെയും ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാൻ ഇടയാകാത്തതുകൊണ്ട് ഇടയ്ക്കിടെ ഇത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. സഭ യേശുവിൻ്റെ ശരീരമാണ്, സഭ യേശുവിൻ്റെ മണവാട്ടിയാണ്. കേൾക്കാനെന്തൊരു സുഖം! ഇതൊക്കെ വേദപുസ്തകം നമ്മെ അറിയിക്കുന്ന പാപം എന്ന് പറയുന്ന ആശയം, അതൊരു അവസ്ഥയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ കൂട്ടാക്കാത്തത് കൊണ്ട് നാം അതിനെ പല വിധത്തിൽ വളച്ചൊടിച്ച് നമ്മുടെ സൗകര്യമനുസരിച്ച് വിവക്ഷിച്ച് ആളുകൾക്കെതിരെ ഉപയോഗിക്കാവുന്ന, അവരെ ഭയപ്പെടുത്തുവാനും ഭയപ്പെടുത്തി ചൊൽപ്പടിയിൽ നിർത്താനുമുള്ള ഒരായുധമായി ഇങ്ങനെയുള്ള ആത്മീയമായ ആശയങ്ങളെ നാം ദുരുപയോഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെന്ന വളരെ ഭീകരമായ ഒരു യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് പാപം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു ധാരണയുണ്ടാകണം. അത് ഇന്ന പ്രവൃത്തി എന്നല്ല. പാപം ഒരവസ്ഥയാണ്. എന്താണ് അവസ്ഥ? ദൈവം നമുക്ക് നൽകുന്നത് മുഴുവനും ഉപാധികളാണ്, മീൻസ്. സൃഷ്ടി മുഴുവനും ഒരു ഉപാധിയാണ്. നത്തിങ് ഈസ് എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ലോകത്തിൽ ഒരേ ഒരു പരമമായ ലക്ഷ്യമേ ഉള്ളൂ, അത് ദൈവമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത് ദൈവഹിതം സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലും നടപ്പാക്കപ്പെടണമെന്ന് പറയുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ താലന്തുകളും അനുഗ്രഹങ്ങളും ഉപാധികളും അവസരങ്ങളും നാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അവ അതിൽ തന്നെ ലക്ഷ്യങ്ങളല്ല. എൻ്റെ വ്യക്തിത്വം പോലും അതിൽ തന്നെ ലക്ഷ്യമല്ല. എനിക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ, സമ്പത്ത്, കഴിവ്, താലന്ത്, ആരോഗ്യം, സൗന്ദര്യം, ചിന്തിക്കാനുള്ള കഴിവ്, ഓർമ്മശക്തി, ഓർഗനൈസേഷണൽ എബിലിറ്റി, ഇതൊന്നും അതിൽ തന്നെ ഒരു ആത്യന്തിക ലക്ഷ്യമല്ല. ഇറ്റ്സ് നോട്ട് എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. അത് വെറും ഉപാധികൾ മാത്രമാണ്, മീൻസ്. അപ്പോൾ ഉപാധികളെന്ന് പറയുമ്പോൾ അത് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമാണ് ഉപാധികൾ നൽകുന്നത്. ഇപ്പോൾ ഒരു പേന ഉണ്ടെങ്കിൽ അത് എഴുതാനാണ്, അല്ലാതെ പേന നോക്കി മിഴുക്കസിയാന്നിരിക്കാനല്ല. അത്രയും ലളിതമാണ് ഈ ആശയം. അപ്പോൾ പേന കൈ പിടിച്ചുകൊണ്ട് 50 വർഷം ഇരിക്കുക, ഒരക്ഷരം അതാണ് പാപം. കാരണം ആ ഒരവസ്ഥയിൽ പേനയാണ് ദി അൾട്ടിമേറ്റ് ഗോൾ. ഉപാധിയെ നാം എപ്പോഴൊക്കെ ആത്യന്തികമായ ലക്ഷ്യമായി തെറ്റിദ്ധരിക്കുന്നുവോ ആ അവസ്ഥയുടെ പേരാണ് പാപം. ആ അവസ്ഥയാണ് മരണത്തിൻ്റെ മർമ്മം. ആ അവസ്ഥയിൽ കൂടെയാണ് നമ്മുടെ ജീവിതത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നതിൽ നാം തികച്ചും പരാജയപ്പെടുന്നത്. ആ പരാജയത്തിൻ്റെ പേരാണ് മരണം എന്ന മർമ്മം. മരണം ഒരു യാഥാർത്ഥ്യമാകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ജീവിതം സ്ഥിതി ചെയ്യുന്ന മരണമെന്ന് പറയുന്ന മർമ്മത്തിലാണ്. കാരണം എന്താണ്? മനുഷ്യൻ്റെ സാർവലൗകികമായ തെറ്റിദ്ധാരണ, പരാജയം, പാളിച്ച എന്താണ്? ഉപാധികളെ, ഉപകരണങ്ങളെ ജീവിത ലക്ഷ്യങ്ങളായി കാണുക. ഉദാഹരണമായിട്ട് സ്വത്തിനെ ജീവിത ലക്ഷ്യമായി കാണുക. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു, നല്ല നല്ല സ്കൂളിൽ ചേർക്കുന്നു, കോളേജിൽ ചേർക്കുന്നു. ലക്ഷ്യമെന്താണ്? സ്വത്തുണ്ടാക്കുക. വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു, വളരെ നന്നായി അധ്വാനിക്കുന്നു. എന്താണ്? സ്വത്തുണ്ടാക്കുക. എന്തിനാണ് സ്വത്തുണ്ടാക്കുന്നത്? സ്വത്തുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഒത്തിരി സ്വത്ത് സമ്പാദിച്ച അനേകം പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊരു തൃപ്തി വരുന്നില്ല, ജീവിതത്തിലൊരു വലിയ ശൂന്യത ഞങ്ങൾ അനുഭവിക്കുന്നു.
ആ ഒരവസ്ഥ ചിത്രീകരിക്കുന്ന മനോഹരമായ സംഭവമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സക്കായി എന്ന് പറയുന്ന ധനികനായ മനുഷ്യൻ അവൻ കിട്ടിയ അവസരമെല്ലാം ഉപയോഗിച്ച് നന്നേ സമ്പാദിച്ചു. സമ്പാദ്യം വർദ്ധിക്കുന്നതോടുകൂടെ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശൂന്യതയും വർദ്ധിച്ചു. അത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഒരു ദിവസം അവൻ വീട്ടിൽ നിന്നിറങ്ങി ഭ്രാന്തനെ പോലെ തെരുവീതിയിൽ കൂടെ ഓടി അതിലെ കടന്നു പോകുന്ന നസ്രേനെ ഒരു നോക്ക് കാണുവാൻ. അവൻ കാട്ടത്തിയിൽ കയറിയിരുന്നു. ധനാഢ്യനായ ഒരു മനുഷ്യൻ മരത്തെ കയറി എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ സാധ്യമാണ്. അങ്ങനെ അവൻ കയറിയിരിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിലെ അങ്കലാപ്പ് എത്ര വലുതായിരുന്നു, അവൻ്റെ ശൂന്യത എത്ര ഭീകരമായിരുന്നു എന്ന് കാവ്യാത്മകമായി സൂചിപ്പിക്കാനാണ് അവൻ കാട്ടത്തിൽ കയറിയിരുന്നത്. അവൻ കൃഷഗാത്രനായിരുന്നു, അതുകൊണ്ട് ന്യായമായ ആവശ്യമുണ്ട്. പക്ഷേ അതിൻ്റെ കാവ്യാത്മകതയിൽ നിങ്ങൾ പരിശോധിക്കുമെങ്കിൽ അവൻ്റെ അവസ്ഥയുടെ പരിതാപകരമായ സ്ഥിതിയും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ വ്യക്തമായി നമുക്ക് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പരസ്പര ബന്ധത്തിൽ ചിന്തിക്കുവാൻ നാം കൂട്ടാക്കുന്നില്ല. കണക്റ്റഡ് തിങ്കിങ് ഈസ് ദി ഓൺലി മീൻസ് ടു ഗെറ്റ് ഇറ്റ് സ്പിരിച്വൽ ട്രൂത്ത്. അങ്ങനെയുള്ള ഒരു സംരംഭമാണ് നാം ഇതിൽ അനുവർത്തിക്കുന്നത് എന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, ഏതെല്ലാം സംവിധാനം, ഏതെല്ലാം സ്ഥാപനം, ഏതെല്ലാം വ്യക്തിത്വം ഉദ്ദേശത്തെ മറന്ന് ഉപകരണത്തെ ഉദ്ദേശമായി തെറ്റിദ്ധരിക്കുന്നു. wherever a person, an institution, including the church, mistakes itself as the final end, whereas it's only the means to an end, അത് പാപത്തിലാണ്. അതിൻ്റെ അവസ്ഥ പാപമാണ്, പാപം തന്നെയാണ്. അങ്ങനെയുള്ള സഭയാണ് മറ്റുള്ളവരുടെ പാപം ക്ഷമിക്കാനായിട്ട് അംശവടിയും കൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള സഭയാണ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് വന്ന് കുമ്പസാരിച്ചുകൊള്ളൂ എന്ന്. കുമ്പസാരത്തോടുള്ള എൻ്റെ താത്വികമായ എതിർപ്പ് ഇവിടെയാണ്. വാസ്തവത്തിൽ കുമ്പസാരിക്കേണ്ട സഭയാണ്. വിശ്വാസികളെ കൊണ്ട് കുമ്പസാരിപ്പിക്കാൻ സഭയ്ക്ക് യാതൊരു അവകാശവുമില്ല ആത്മീകമായി. പിന്നെ നിയമപരമായും ചട്ടക്കൂട് കൊണ്ടും പാരമ്പര്യം കൊണ്ടും സഭ അവകാശം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ആത്മീകമായി നിങ്ങൾ പരിഗണിച്ചാൽ വേദപുസ്തകം നമുക്ക് നൽകുന്ന, പ്രത്യേകിച്ച് യേശുവിൽ കൂടെ നാം പ്രാപിക്കുന്ന പാപത്തെ പറ്റിയുള്ള തിരിച്ചറിവ്, ആ വെളിച്ചത്തിൽ നാം അത് പരിശോധിച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുമ്പസാരിക്കേണ്ട സഭ തന്നെയാണ്. അതിൻ്റെ എല്ലാ സിംറ്റംസും നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അടിക്കടി ഓരോ ദിവസവും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന സംഭവങ്ങൾ, അത് സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തിനെയാണ് വിളിച്ചറിയിക്കുന്നത്? പാപം ഏറ്റവും കൂടുതൽ പതിയിരിക്കുന്ന സഭയ്ക്കുള്ളിൽ തന്നെയാണ്. എന്നാൽ അങ്ങനെ അല്ല എന്നും ഇത് ഭക്തിയുടെ ഒരു വേദിയാണ് എന്ന് നടിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് സുഖമായി ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് കപടഭക്തി. അതിനെ യേശു ശക്തമായി വിമർശിക്കുന്നുണ്ട്, അപലപിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം വായിച്ചാൽ മാത്രം അത് വേണ്ടതുപോലെ വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു, പാപം ഏറ്റവും കൂടുതൽ കുടികൊള്ളുന്നത് സഭയ്ക്കുള്ളിലാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ രണ്ടാമത്തെ പരീക്ഷ യഹൂദ മതത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന യെരുശലേം ദേവാലയത്തിൻ്റെ മേളിൽ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് സാത്താൻ തീരുമാനിച്ചത്. പാപം കുടിയിരിക്കുന്നത് ഇവിടെയാണ്. വിശ്വാസികൾ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരിശുദ്ധന്മാരാണ്. സാധാരണ ആളുകൾ, ഒന്നുമില്ലാത്ത ആളുകൾ. അവർ ലോകത്തിൽ വിശുദ്ധി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ മാത്രമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതിനാണ് ആ വിധവയുടെ കഥ അല്ലെങ്കിൽ അനുഭവം വചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അവൾക്കുണ്ടായിരുന്ന 2 കൊച്ചു കാശ് അവളെ തന്നെ മറന്ന് ദാനം ചെയ്യുന്ന അവസ്ഥ. അതെന്താണ് അതിൻ്റെ അർത്ഥം? അവളുടെ ജീവിതത്തിൽ നിന്ന് അതീതമായി, അവളെ തന്നെ അവഗണിച്ചുകൊണ്ട് അവൾക്ക് അതീതമായി വർത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടുത്തുന്നതിൽ കൂടെ അവൾ അനുഭവിച്ച ആത്മീയമായ ധാരാളിത്വത്തിൻ്റെ പ്രകടനമാണ് അവിടെ. ആ ഒരവസ്ഥയിലേക്ക് സഭ ഒരിക്കലും ഉയർത്തപ്പെടുകയില്ല. സഭയുടെ താല്പര്യവും ഹൃദയവും ആത്മാവും എവിടെയാണ് ഇരിക്കുന്നത് എന്ന് യെരുശലേം ദേവാലയത്തിൽ നോക്കിയാൽ കാണാം. അവിടെ ഒരു ചന്തയുണ്ട്. ആ ചന്തയിലുള്ള തകിടങ്ങളെ മറിച്ചിടേണ്ട കാലം കഴിഞ്ഞു. അതിന് പകരം
ആ ചന്തയിലെ മേശയാണ് ദിവ്യബലിയുടെ അൾത്താര എന്ന ധാരണയിലാണ് ഇപ്പോൾ മെത്രാന്മാരും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംഘങ്ങളുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എത്ര ഘോരമാണ് എന്ന് ദയവായി ചിന്തിക്കുക. ചന്തയും ആരാധനാലയവും തമ്മിലുള്ള വ്യത്യാസം അമ്പയെ അസ്തമിച്ചു കഴിഞ്ഞു. ആരാധനാലയം ചന്തയായി, ചന്ത ഇപ്പോൾ ആരാധനാലയമായി. അതിൻ്റെ പ്രത്യേകമായ അനുഭവങ്ങളും അനുഭൂതികളുമാണ് ഈ കാലത്ത് നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലുള്ളതായതുകൊണ്ട് ഈ ആശയം അവതരിപ്പിക്കുന്നതിന് എനിക്ക് സഹായമാണ്. ഏതായാലും പാപത്തെപ്പറ്റി നമുക്ക് ഇതുവരെ നൽകിയിട്ടുള്ള തിരിച്ചറിവുകൾ തികച്ചും അസ്ഥാനത്താണ്, അസത്യമാണ്, അടിസ്ഥാനരഹിതമാണ്. പാപം ചില പ്രവൃത്തികൾ മാത്രമല്ല, അതൊരവസ്ഥയാണ്. എന്തവസ്ഥയാണ്? ഉപാധികളെ അന്തിമ ലക്ഷ്യങ്ങളായി കാണുന്ന മാരകമായ മൗഢ്യത്തിൻ്റെ അവസ്ഥയാണ്. ആ ഒരു ദർശനത്തിൽ പരിശോധിക്കുമ്പോൾ പാപം ഏറ്റവും ശക്തമായി കുടികൊള്ളുന്നത് സഭ എന്ന് പറയുന്ന മനുഷ്യനിർമ്മിതമായ, ഞാൻ എന്നിൽ തന്നെ ആത്യന്തിക ലക്ഷ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്ന സഭ. അത് യേശുവിൻ്റെ ശരീരമാകയില്ല, ആകാൻ സാധ്യമല്ല. ആകുന്നു എന്ന് അവകാശപ്പെടുന്നത് പച്ചക്കള്ളമാണ്. അത് വിശ്വസിക്കുന്നവർ അപകടത്തിലാകും. അത് മാത്രമേ അവർക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദയവായി യേശുവിൻ്റെ ആദർശങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും അവൻ്റെ പഠിപ്പീരുകളിലേക്കും മടങ്ങി വരിക. യേശുവിലേക്ക് മടങ്ങുകയും, യേശുവിലേക്ക് മടങ്ങുകയും, യേശുവിലേക്ക് മടങ്ങുകയും. റിട്ടേൺ ടു ജീസസ്, റിട്ടേൺ ടു ജീസസ്. അതിനപ്പുറത്ത് എനിക്കൊരു മെസ്സേജ് പറയാനില്ല. ഏതായാലും ഈ ആശയം, ഒരേ ഒരാശയം മാത്രമാണ് നാം പങ്കിട്ടത്. അതിനെപ്പറ്റി നിങ്ങളുടേതായ കൂടുതൽ സൂക്ഷ്മമായ അന്വേഷണം തുടരും എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു.